നമസ്തേ. കഥകളത്തിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ, അതായത് ഇന്നലെ വരെ ഈ പറഞ്ഞിരുന്ന കഥകൾ ജാതക കഥകളായിരുന്നു, ധാർമ്മിക ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്ന കഥകൾ. ഇനി മുതൽക്ക് നമുക്ക് കുറച്ച്, അതായത് അപൂർവങ്ങളായ കുറച്ച് പുരാണ കഥകൾ, അതായത് സാധാരണയായിട്ട് കേട്ട് പഴകിച്ചിട്ടുള്ള പുരാണ കഥകളല്ല. അത് രാമായണത്തിലേതാകാം, ഭാഗവതത്തിലേതാകാം, മഹാഭാരതത്തിലേതാകാം, അതും അല്ലെങ്കിൽ ഉപനിഷത്തുകളിലേതാകാം, വേദങ്ങളിൽ പറയുന്ന ചില കഥകളുണ്ട്, ചെറിയ ചെറിയ കഥകൾ. അങ്ങനെയുള്ള പല കഥകൾ, അപൂർവങ്ങളായിട്ടുള്ള ഏതാനും പുരാണ കഥകളാണ് ഞാനിനി ഒരു 40-50 പറയാം എന്ന് കരുതി ഇന്ന് മുതൽക്ക് ഒരു പുതിയ ഘട്ടം, അതായത് ജാതക കഥകളങ്ങ് നിർത്തി ഇന്ന് മുതൽക്ക് എടുത്ത ചില പുരാണ കഥകൾ, വളരെയേറെ പ്രചാരമല്ലാത്ത ചില പുരാണ കഥകൾ പറയാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കഥകൾ കേൾക്കാൻ, കഥകൾ എന്ന് തന്നെ പറഞ്ഞാൽ കുട്ടികൾക്കെല്ലാം കേട്ട് ഇഷ്ടപ്പെടുന്ന കഥകളാണ്. ആ കഥകളിലെ നായകന്മാരെ പറ്റിയിട്ടും അവരുടെ വീര സാഹസിക കഥകളെ പറ്റിയിട്ടുമൊക്കെ കുട്ടികൾ വളരെ അഭിമാനം കൊള്ളാറുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള അപൂർവങ്ങളായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പുരാണ കഥകൾ ഇന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പുരാണ കഥകളിലൂടെ ചെറിയ ചെറിയ കഥകൾ, കൊച്ചു കഥകൾ കുറച്ച് സമയത്തേക്ക് കുട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കൂടുതൽ പേരോട് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കാൻ പറയും. ഇത് എൻ്റെ ചാനലാണ്, കഥകൾ അതിസാഗരം. ഞാൻ മാലതി വാര്യർ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. പുരാണത്തിലെ കഥകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പുരാണത്തിൽ ഒരുപാട് സന്യാസിമാരെ പറ്റി പറയുന്നുണ്ട്, പർവ്വതങ്ങളെ പറ്റി പറയുന്നുണ്ട്, പല നദികളെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. മഹാന്മാരെ പറ്റി പറയുന്നുണ്ട്, ദിവ്യ ആയുധങ്ങളെ പറ്റി പറയുന്നുണ്ട്, ചില പ്രത്യേക തരത്തിലുള്ള ശക്തി വിശേഷങ്ങളുള്ള അസ്ത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്, മഹാന്മാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതിൽ ഞാൻ ഇന്ന് ഒരു മഹർഷിയെ പറ്റി പറയാൻ പോവാം. ഒരുപാട് സപ്തർഷികളിലൊരാളായിട്ടുള്ള ഈ മഹർഷിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. ഇദ്ദേഹമാണ് അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷി എന്നുള്ളത് ആണ്, അദ്ദേഹം ഒരു പർവ്വതത്തെ പറ്റിച്ചു. ഒരു പർവ്വതത്തെ പറ്റിക്കുക. പണ്ട് ഇന്നത്തെ പോലെ ഒന്നല്ല കേട്ടോ, പർവ്വതങ്ങൾക്കൊക്കെ ചിറകുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് അവർക്ക് മടുത്തു പോകുമ്പോൾ അവർ പറന്ന് വേറൊരു സ്ഥലത്ത് പോയിരിക്കും. അങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്ദ്രന് ഒരു ദിവസം ദേഷ്യം വന്ന് ഈ പർവ്വതങ്ങളുടെയൊക്കെ ചിറക് വെട്ടിയങ്ങോട്ട് കളഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവ എവിടെ ചെന്ന് പെട്ടുവോ അവിടെ അങ്ങോട്ട് സ്ഥിരമായി. അപ്പം ചിറക് മുറിക്കുന്നതിനെ പേടിച്ചിട്ട് പറന്നു പോയി സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തെ പറ്റി രാമായണത്തിൽ പറയുന്നുണ്ട്. മൈനാകം എന്നാണ് ആ പർവ്വതം. അത് ഹിമവാൻ പർവ്വതത്തിൻ്റെ മകനാണെന്ന് പറയുന്നത്. നമുക്കിന്ന് ഈ പർവ്വതത്തെ പറ്റിച്ച മഹർഷിയെ പറ്റി, അതായത് അഗസ്ത്യ മഹർഷിയാണ് പർവ്വതത്തെ പറ്റിച്ചത്. അദ്ദേഹം ഏത് പർവ്വതത്തെയാണ് എങ്ങനെ പറ്റിച്ചു എന്നുള്ള കഥ നമുക്കിപ്പോൾ കേൾക്കാം. റെഡിയാണല്ലോ? നിങ്ങൾ റെഡിയാണല്ലോ? ഞാൻ കഥ തുടങ്ങിക്കോട്ടെ. ഇതൊരു പുരാണ കഥയാണ് കേട്ടോ. അപൂർവങ്ങളായ പുരാണ കഥകളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട പുരാണ കഥകളിൽ, പുരാണത്തിലെ എല്ലാ കഥകളും ഒന്നും കുട്ടികൾക്ക് രുചിക്കുന്ന വിധത്തിലുള്ളതോ തന്മയീഭാവമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ കുറച്ച് കുട്ടികളിപ്പോൾ അറിയണ്ട എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അവർക്കത് മനസ്സിലാക്കാറായിട്ടില്ല. പക്ഷേ ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ടാണ്, കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന, അവർ കൂടി അറിഞ്ഞിരിക്കേണ്ടതായ രസകരമായ കഥകളാണ് ഈ പുരാണ കഥകൾ. അപ്പോൾ പർവ്വതത്തെ പറ്റിച്ച മഹർഷി ആരാണ്? മഹർഷി അഗസ്ത്യ മഹർഷി. അദ്ദേഹം ഏത് പർവ്വതത്തെയാണ് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ഒക്കെ കിഴക്ക് ഭാഗത്തുള്ള സഖ്യപർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതം.
അതിൻ്റെയും ഒക്കെ നീണ്ട കുറച്ച് ഭാഗം ഒരു ആലറ്റമാണ് കേട്ടോ ഈ സഖ്യപർവ്വതമായിട്ട് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കാണുന്നത്. വടക്കോട്ട് അതിൻ്റെ ഉയർന്നുള്ള ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾക്ക് പറയുന്നത് വിദ്യാപർവ്വതം. പിന്നെയും പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ മേരുപർവ്വതം, അങ്ങനെ പല പർവ്വതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഈ മേരുപർവ്വതം അത്ഭുത ശക്തിയുള്ള താപസനാണ് ഈ അഗസ്ത്യ മഹർഷി. അഗസ്ത്യ മഹർഷിക്ക് ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തോട് മത്സരിച്ചവരാരും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല. എല്ലാവരും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആരോട് അഗസ്ത്യ മഹർഷി മത്സരിച്ചാലും അദ്ദേഹമാണ് ജയിക്കുക. പിന്നെ മഹർഷിമാരിൽ വെച്ചിട്ട് ഏറ്റവും ഉയരം കുറഞ്ഞ ആളാണ് ഈ അഗസ്ത്യ മഹർഷി. ചെറിയൊരു മനുഷ്യൻ അടിമലേക്ക് വെച്ചിട്ട്. പക്ഷേ ഒരു മഹർഷിയുടെ പ്രാപ്തി അളക്കുന്നത് അദ്ദേഹത്തിൻ്റെ തപശക്തി അനുസരിച്ചാണ്. ആ കാര്യം നോക്കുകയാണെങ്കിൽ അഗസ്ത്യൻ നമ്പർ 1, നല്ല തപശക്തിയാണ് അദ്ദേഹം. ഒരു ദിവസം ഇങ്ങനെ, അതുപോലെ തന്നെ പുരാണത്തിലുള്ള മറ്റൊരു മഹർഷിയാണ് നാരദ മഹർഷി. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കാം, അയാളോ ക്ഷണിക്കാരൻ ഏത് സമയവും ഇങ്ങനെ ഒരു വീണയും കയ്യെ പിടിച്ചുകൊണ്ട് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലോകത്തും ഈ 14 ലോകത്തും കയറി ഇറങ്ങി നടക്കണ ആളാണ് നാരദ മഹർഷി. എവിടെ ചെന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ചെന്ന് പറയാം, അവിടെ പറഞ്ഞതൊക്കെ വേറൊരാളോട് പറയാം, ആളോട് മഹാദേവൻ്റെ അടുത്ത് ചെന്നുണ്ടായ കാര്യങ്ങളൊക്കെ കൈലാസത്തിൽ നിന്നൊക്കെ എല്ലാം ന്യൂസും പിടിച്ച് അങ്ങനെ നേരെ പോകും വൈകുണ്ഠത്തിൽ ചെല്ലുമാർ മഹാവിഷ്ണുവും ഭാര്യയൊക്കെയാണ്. അവിടെ ഭാര്യമാരൊക്കെ ഉണ്ട് ഒരുപാട്. അവിടെ തന്നെ ഭാര്യമാരുടെ തന്നെ ഒരാളുടെ വീട്ടിൽ പോയിട്ട് കണ്ടതൊക്കെ മറ്റേടത്ത് കണ്ടതൊക്കെ പിന്നെ സത്യലോകത്ത് പോകും, പാതാളത്തിൽ പോകും, അതലം സുതലം രസാതലം എന്നീ ലോകങ്ങളിലൊക്കെ പോകും. എല്ലായിടത്തും പോയിട്ട് എന്താ ഏഷണി കൂട്ടിൽ തന്നെയാണ് പണി. ഏഷണി കൂട്ടി നടക്കുന്ന ഒരു മഹർഷിയാണ് നാരദ മഹർഷി. എപ്പോഴും വീണയുണ്ടാവുക. എന്താണെന്നോ ആ വീണയുടെ പേര് മഹതി. കേട്ടോളൂ, നാരദൻ്റെ കയ്യിലിരിക്കുന്ന വീണയുടെ പേര് മഹതി എന്നാണ്. സുഖമായ താളങ്ങളും മേളങ്ങളും പാട്ടുമൊക്കെ പരിപാടിയും. അപ്പം നമുക്ക് കഥയിലേക്ക് പർവ്വതത്തെപ്പറ്റി മഹർഷിയെപ്പറ്റി പറയാം. അപ്പം നാരദ മഹർഷിൻ്റെ ഇതിലൊരു കഥാപാത്രമായിട്ട് ഒരു ഏഷണിക്കാരനായ മഹർഷി. അഗസ്ത്യ മഹർഷി അങ്ങേയറ്റം തപശക്തിയുള്ളൊരു മഹർഷി. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ട് നിൽക്കുന്ന വലിയൊരു പർവ്വതമാണ് വിദ്യാപർവ്വതം. വലിപ്പമുണ്ട്. പർവ്വതത്തിൻ്റെ വലിപ്പത്തിൽ വെച്ചാൽ പല കൊടുമുടികളും ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതനുസരിച്ചിട്ടാണ്. ആ മഹർഷി ഒരു ദിവസം ഈ നാരദ മഹർഷി വിദ്യാപർവ്വതത്തിൻ്റെ അടുത്ത് ചെന്ന്. അപ്പം എല്ലാ പർവ്വതങ്ങൾക്കും പണ്ട് കാലത്തൊക്കെ ഒരു മാനുഷിക ആകാരം പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഹിമവാൻ, ഒരു മനുഷ്യാകാരത്തിലുള്ളൊരു ഹിമവാനുണ്ട്, പർവ്വതാരൂപത്തിലുള്ള ഹിമവാനുണ്ട്. അങ്ങനെ ഈ വിദ്യാപർവ്വതത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ തലയൊക്കെ പൊക്കി പിടിച്ച് നിന്നിട്ട് എന്താ കാര്യം? സൂര്യൻ ചന്ദ്രൻ വരെ ഉദിക്കുന്നവരെ അവിടെ തന്നെ മഹാമേരുവിനെ തന്നെ കണ്ട് പഠിക്കണം. എന്താ ദിവസവും ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ചെന്ന് ഈ വമ്പനായ മഹാമേരു എന്ന് പറയുന്ന മറ്റൊരു പർവ്വതത്തെയാണ് പറയുന്നത്. ആ പർവ്വതത്തെ ചെന്ന് വണങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഉയരമുണ്ട് ഈ മഹാമേരു. എന്നാൽ വിദ്യാപർവ്വതത്തിന് എന്തൊന്നും എവിടെ ആ മഹാമേരുവിൻ്റെ അടുത്ത് വിദ്യാപർവ്വതത്തിന് എന്ത് വലുപ്പമുണ്ട്? വലുപ്പമൊന്നുമില്ല. അവൻ്റെ മുൻപിലൊക്കെ നീ എത്ര നിസ്സാരമാണ് എന്ന് പറഞ്ഞു. അത് വിദ്യാപർവ്വതത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആർക്കായാലും ഇഷ്ടപ്പെട്ടു. നിന്നേക്കാളൊക്കെ എന്തൊരു കേമനാടാ വേറൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പറയണോ, കുട്ടികളെ തമ്മിൽ തന്നെ വീടുകളിൽ പറയുമ്പോൾ നീ ആ ചേട്ടനെ കണ്ട് പഠിക്കുക, ചേട്ടന് എന്തൊരു നല്ല സ്വഭാവമാണ്, അല്ലെങ്കിൽ ചേട്ടന് പഠിത്തത്തിൽ എത്ര മാർക്കാന്ന് പറഞ്ഞാൽ താഴെ കുട്ടിക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അതുപോലുള്ള കാലമാണ് ഇപ്പോഴും അതെ, പണ്ടും അതെ, എപ്പോഴും അതെ. അപ്പോൾ വിദ്യാപർവ്വതം തീരുമാനിച്ചു മഹർഷിയുടെ ഈ പറച്ചിലൊന്നും നിർത്തി, അല്ലാതെ എനിക്ക് ശരിയാകില്ല. മഹാമേരുവിനേക്കാളൊക്കെ ഉയർന്ന് നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. വിദ്യാപർവ്വതം അങ്ങോട്ട് ശക്തി ആർജിച്ച്, പ്രകൃതിയിൽ നിന്നും ശക്തി ആർജിച്ച് അങ്ങോട്ട് വളരാൻ തുടങ്ങി. കൂട്ടുമുട്ടികൾ അങ്ങോട്ട് ഉയർന്ന് അങ്ങോട്ട് ചെന്ന് മഹാമേരുവിനേക്കാളും
അങ്ങോട്ട് വലിപ്പത്തിലായി. വേഗം ഉയർന്നങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ, അവിടെ നിന്ന് കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോഴും പടിഞ്ഞാറ് നിന്ന് ചന്ദ്രൻ ഉദിച്ച് അങ്ങോട്ട് കിഴക്കോട്ട് പോകുമ്പോഴും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റണില്ല. എന്താ, വിദ്യാപർവ്വതം ഉയർന്നു നിൽക്കുകയാണ്. രാവിലെ തന്നെ സൂര്യൻ ഉദിക്കുമ്പോൾ വലിയൊരു പർവ്വതത്തിൻ്റെ തടസ്സം കാരണം ആ പർവ്വതത്തിൻ്റെ അപ്പുറം കണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യരശ്മി പതിച്ചില്ലെങ്കിൽ ലോകത്തിൻ്റെ സ്ഥിതി എന്താ? നേരം വെളിച്ചായിട്ട് സൂര്യരശ്മി ഭൂമിയിൽ പതിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിധം മാറും. ഇവിടെ അന്തരീക്ഷത്തിൽ ചൂട് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഒന്നാമത് പറയണത് രോഗാണുക്കളൊക്കെ ഉണർന്നു. ഇതിപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ അവയൊക്കെ നശിച്ചു പോവുക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് പറ്റണത് തന്നെ. സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. അതുപോലെ രാത്രി കാലങ്ങളിൽ സൂര്യൻ അങ്ങോട്ട് പോയി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ വിളിച്ചില്ലെങ്കിൽ അത് അതിനും കഷ്ടം. ആ പൂക്കൾ വിരിയാനും അതിനും പലതിനും വേണം. ചന്ദ്രരശ്മി, സൂര്യരശ്മി ഒക്കെ വേണം. അപ്പോൾ ഈ സൂര്യനങ്ങോട്ട് കടന്നു പോരാൻ പറ്റില്ല. കിഴക്കിൽ നിന്ന് ഉദിച്ച് പൊങ്ങിയിട്ട് പടിഞ്ഞാറോട്ട് ഇങ്ങോട്ട് കടക്കാനേ പറ്റണില്ല. വിദ്യാപർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊന്നും സൂര്യപ്രകാശം എത്താതെ കണ്ടായി. സൂര്യരശ്മി അല്ലെങ്കിൽ എന്താവും കഥ? ഇത് കണ്ടപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് തോന്നി, അയ്യോ ഭൂമിയുടെ താളമൊക്കെ തെറ്റൂലോ, ഇപ്പോൾ അത് പറ്റില്ല, വിദ്യാപർവ്വതത്തിനൊന്ന് കണ്ടു കളയാം എന്ന് കരുതി അഗസ്ത്യ മഹർഷി നേരെ വിദ്യാപർവ്വതത്തിൻ്റെ അടുത്തേക്കാണ് വന്നു. അടുത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ? അത്ഭുത ശക്തിയുള്ള അഗസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ വിദ്യാപർവ്വതത്തിന് ഒന്നുള്ളു പിടച്ചു. എന്തിനാണാവോ ഈ മഹർഷി വരണേ? തന്നെ എങ്ങനെ ഇനി ശപിക്കുമോ, ശപിച്ച് കൊച്ചാക്കി കളയോ എന്നൊക്കെ പേടിച്ചു. പക്ഷേ കൊടുമുടികളെയൊക്കെ ഒതുക്കി അഗസ്ത്യ മഹർഷി ഒന്ന് ഒതുക്കി നിർത്തി താഴത്തേക്കാക്കിയിട്ട് സൂര്യന് കടന്നു പോകാനും ചന്ദ്രന് ഇങ്ങോട്ട് കടന്നു പോകാനുള്ള അത്രമാത്രം വലുപ്പത്തിലാക്കി വിദ്യാപർവ്വതത്തിനെ അങ്ങോട്ട് ഒതുക്കി താഴേക്ക് ഒതുക്കി നിർത്തി ഈ മഹർഷി പൊന്നിയൊന്ന് നിന്നേനെ ഒന്ന് താഴ്ത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹർഷി വിദ്യാപർവ്വതത്തോട് പറഞ്ഞു, അതെ, താനിങ്ങനെ എപ്പോഴും ഇങ്ങനെ തല താഴ്ത്തി കുനിഞ്ഞിരിക്കേണ്ടി വരുന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് നേരത്തേക്ക് ആ സൂര്യനെ ഇങ്ങോട്ട് പോകട്ടെ. അതുവരെ ഞാനിപ്പോൾ തെക്കേ ഇന്ത്യയിലേക്ക് പോവുക. എന്നുവെച്ചാൽ കന്യാകുമാരി വരെ ഒന്ന് പോകണം. എനിക്ക് അത്യാവശ്യ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പോകട്ടെ. ഞാൻ പോയിട്ട് ഞാൻ തിരിച്ച് ഇതിലേ വരും. അപ്പം തൻ്റെ ഈ ഒതുക്കി വെച്ച തലയൊക്കെ ഞാൻ പൊക്കി വിടാം. അപ്പം തനിക്ക് മഹാമേരുവിനേക്കാളും ഉയരത്തിൽ ഉയർത്തി നിൽക്കാം. അപ്പോൾ വിദ്യാപർവ്വതം ഒന്ന് സമാധാനിച്ചു. ഓ, ശാപമൊന്നും കിട്ടിയില്ലല്ലോ എന്നൊന്ന് സമാധാനിച്ചു. മാത്രമല്ല മഹർഷി അഗസ്ത്യ മഹർഷി സിദ്ധിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം അപ്പോൾ വേഗം തെക്കേ ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചിപ്പോൾ ഇതിൽ വരും. എനിക്ക് ഉയർന്നു നിന്ന് മഹാഭൈരവിനെ പോലെയൊക്കെ ഉയർത്തി തല ഉയർത്തി എൻ്റെ കൊടുമുടികളൊക്കെ അങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി സമാധാനിച്ചു. ശരി മഹർഷി, അങ്ങ് പോയിട്ട് വരൂ എന്നും പറഞ്ഞ് അനുവാദം കൊടുത്തു. അഗസ്ത്യ മഹർഷി അങ്ങനത്തൊക്കെ പോവുകയും ചെയ്തു. അദ്ദേഹം ചെന്ന് ഇപ്പോൾ ഞങ്ങൾ കേട്ടിട്ടില്ലേ അഗസ്ത്യകൂടം എന്ന് പറയുന്ന ഒരു സ്ഥലം? അവിടെ ചെന്നിരുന്ന് നല്ല അന്തരീക്ഷം, നല്ല സുഖകരമായ കാലാവസ്ഥ, കാറ്റ്, പുഷ്പങ്ങളൊക്കെ അങ്ങനെ ധാരാളം അടുത്ത് വന്നു നിന്നു. അദ്ദേഹം അഗസ്ത്യകൂടം എന്ന് പറയുന്ന ചെറിയൊരു പർവ്വതമുണ്ട്. ഇപ്പോഴാണ് അഗസ്ത്യകൂടം എന്ന് പേര്. ആ ചെറിയ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചമ്പ്രമ്പടിയിട്ട് അങ്ങോട്ട് ഇരുന്ന് അദ്ദേഹം അതിന് തപസ് ചെയ്തു. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വേണം ഈ വിദ്യാപർവ്വതത്തിനെ ഉയർത്താൻ. അദ്ദേഹം ആ കാര്യം മറന്നു അവിടെ ഇരുന്ന് തപസ് ചെയ്തു. വിദ്യാപർവ്വതം ഇപ്പം തല ഉയർത്താതെ കണ്ട് ആ മഹർഷി ഒതുക്കി പിടിച്ച വിധത്തിൽ ഇപ്പോഴും തല കുനിഞ്ഞിരിക്കുക. ഇപ്പം തെക്കഞ്ഞു നിൽക്കുന്നത് ആരാന്നറിയാമോ? മഹാമേരു പർവ്വതം. അങ്ങനെ വിദ്യാപർവ്വതത്തിൻ്റെ കൊടുമുടികളെയൊക്കെ ഒതുക്കി വെച്ച് തിരിച്ച് വരുമ്പോൾ നിവർത്തി വിടാം എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി പോയി. അദ്ദേഹം വിദ്യാപർവ്വതത്തിനെ പറ്റിച്ചു. അതാണ് പർവ്വതത്തെ പറ്റിച്ച മഹർഷി. ഇതാരാണ്? അഗസ്ത്യ മഹർഷി. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും. ഒന്നുകിൽ കേട്ടോളൂ, അത്രയേ ഉള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ
കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും നന്ദി. ഇന്നു മുതൽ എല്ലാവരും കഥകൾ കേൾക്കണം. കുട്ടികൾ പ്രത്യേകിച്ചും അമ്മൂമ്മമാരും അമ്മമാരും എല്ലാവരും 8-10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഈ കഥകളൊക്കെ കേൾക്കണം കേട്ടോ. നാളെ ഞാൻ മറ്റൊരു പുരാണ കഥയുമായിട്ട് വരും. അപ്പോൾ ഇന്നത്തേക്ക് നന്ദി.